ഹൗ ടു ഗെറ്റ് എ ജോബ് ഇൻ ഇന്റൽ. ഞാൻ ഇന്റലിലാണ് വർക്ക് ചെയ്യുന്നത്, IIT മദ്രാസിലാണ് പഠിച്ചത് എന്നുള്ളത് ഭൂരിഭാഗം ആൾക്കാർക്കും അറിയുന്നുണ്ടാവും. നിങ്ങൾ ഇന്ന് ലോകത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡ് അല്ലെങ്കിൽ ബെറ്റർ സ്കോപ്പ് ഉള്ള ഒരു ഫീൽഡ് എന്നുള്ളത് VLSI ഇൻഡസ്ട്രി ആണ് എന്ന് കാണാൻ സാധിക്കും. VLSI ഇൻഡസ്ട്രിയിൽ പെട്ട കമ്പനീസ് ആണ് ഇന്റൽ, ക്വാൾകോം, AMD, NVIDIA, അതുപോലെ തന്നെ ARM, ഒരുപാട് കമ്പനീസ്, ഈവൻ ഗൂഗിൾ പോലെയുള്ള കമ്പനീസിൽ പോലും VLSI ഓപ്പണിങ്സ് ഉണ്ട്. ഇത് കൂടാതെയും വേറെയും ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഈ കമ്പനീസിൽ നമുക്ക് എങ്ങനെ ജോലി ലഭിക്കാം? കാരണം നല്ല പേ സ്കെയിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരുപാട് ജോബ് പ്രൊഫൈൽസ് ഉള്ള ഏരിയാസ് ആണ് ഒരു VLSI ഡൊമൈൻ അല്ലെങ്കിൽ VLSI ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ എങ്ങനെ ജോലി ലഭിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഇതിൽ VLSI ഇൻഡസ്ട്രി എന്താണ് എന്ന് അറിയാത്ത ആളുകൾ ഉണ്ടാകും. സ്വാഭാവികമായിട്ട് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനൊക്കെ അറിയുന്നുണ്ടാവും, അവർക്ക് ഈ ഭാഗം ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോകാം. അല്ലാത്ത ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, VLSI എന്ന് വെച്ചാൽ വെരി ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേഷൻ. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് കോമ്പണന്റ് നമ്മൾ തുറന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു TV അല്ലെങ്കിൽ മൊബൈൽ, ഒരു കമ്പ്യൂട്ടർ, ഏതിനെയും ഡ്രൈവ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ചിപ്പാണ്, ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഈ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൻ്റെ ഉള്ളിലുള്ളത്? അതിനുള്ളിൽ ഒരുപാട് കോമ്പണൻസ് ഉണ്ട്. നമ്മൾ ട്രഡീഷണലായി പഠിക്കുന്ന റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ഇൻഡക്ടേഴ്സ് തുടങ്ങി അതിലപ്പുറം ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്ന വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കോമ്പണൻസ് ആണ് ബേസിക്കലി ഈ ഇലക്ട്രോണിക് ഹാർഡ്വെയറിനെ അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ചിപ്സിനെ, ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിനെ പവർ ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനുള്ളിൽ ഇപ്പോൾ ഒരു നമ്മൾ ഇന്റലിൻ്റെ ഒരു i7 ചിപ്പ് എടുക്കുകയാണെങ്കിൽ അതിനുള്ളിൽ ബില്യൺസ് ഓഫ്, അതായത് ഹൺഡ്രഡ്സ് ഓഫ് ക്രോർസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. ഈ ഒരു ഇലക്ട്രോണിക് ചിപ്പുകളെ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണ് അല്ലെങ്കിൽ അതിൻ്റെ ടെക്നോളജിയാണ് VLSI ടെക്നോളജി എന്നുള്ളത്. ഇപ്പോൾ ഈ VLSI ടെക്നോളജിയിൽ 3 കാര്യങ്ങൾ ഇൻ ബ്രോഡായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഒന്ന്, നമുക്ക് വേണ്ട ഒരു സ്പെസിഫിക്കേഷൻസ് എന്തെല്ലാമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു മൊബൈൽ ഫോൺ ഡിസൈൻ ചെയ്യുമ്പോൾ ആ മൊബൈൽ ഫോണിന് വേണ്ട പെർഫോമൻസ് എന്തെല്ലാമാണ്, അതിൻ്റെ കേപ്പബിലിറ്റീസ് എന്തെല്ലാമായിരിക്കണം, അതിനെയാണ് നമ്മൾ സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ സ്പെക്ക് എന്ന് പറയുക. ഈ സ്പെക്ക് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യണം, അല്ലെ? ഇന്ന രീതിയിലുള്ള കോമ്പണൻസ് ആണ് വേണ്ടത്, ഇന്നുള്ള ഫംഗ്ഷനാലിറ്റി ആണ് വേണ്ടത്, ആ ഫംഗ്ഷനാലിറ്റിയെ ഡ്രൈവ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഡിസൈൻ ഇതാണ് എന്ന് നമ്മൾ ഡിസൈൻ ചെയ്യണം. മൂന്നാമത്തെ കാര്യം, ഈ ഡിസൈൻ ചെയ്ത സംഭവം നമ്മൾ മാനുഫാക്ചർ ചെയ്യണം. ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് സിലിക്കൺ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. സിലിക്കൺ എന്നുള്ളത് നമുക്ക് മണലിൽ നിന്ന് കിട്ടുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഈ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്നുള്ളത് ഇൻ ജനറൽ ഇന്ത്യയിലൊന്നുമില്ല, വളരെ ചുരുക്കം കമ്പനീസ് മാത്രമേ മാനുഫാക്ചർ ചെയ്യുന്നുള്ളൂ. എസ്പെഷ്യലി തായ്വാൻ, അതേപോലെ US തുടങ്ങിയ രാജ്യങ്ങളിലാണ് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഉള്ളത്. അപ്പോൾ ഇന്ത്യയിലെ VLSI ഇൻഡസ്ട്രീസ് ഫസ്റ്റ് ആ സ്പെസിഫിക്കേഷൻസ് ഡിഫൈൻ ചെയ്യുന്നിടത്തും പിന്നെ ഈ ഇലക്ട്രോണിക് കോമ്പണൻസ് ഡിസൈൻ ചെയ്യുന്നിടത്താണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനി ഈ ഒരു VLSI ഇൻഡസ്ട്രിയിലോട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു എൻട്രി ലഭിക്കുക? ഈ വീഡിയോ കാണുന്നതിൽ ചിലപ്പോൾ സ്കൂൾ സ്റ്റുഡൻസ് ഉണ്ടാവും, പാരൻസ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഉണ്ടാവും. സ്കൂൾ സ്റ്റുഡൻസിനോടും പാരൻസിനോടും പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ഏരിയയിൽ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് എൻ എഫിനിറ്റി ടുവേർഡ്സ് ഇലക്ട്രോണിക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഈ ഫീൽഡിലോട്ട് എത്തിപ്പെടുക എന്നുള്ളതാണ് VLSI ഇൻഡസ്ട്രിയിൽ എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മികച്ച വഴി എന്നുള്ളത്. ഇനി നിങ്ങൾ ഇപ്പോൾ ഒരു BTech തുടങ്ങാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് IITs പോലുള്ള NITs പോലുള്ള ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ECO അല്ലെങ്കിൽ EEE ഒക്കെ പഠിക്കാൻ പോവുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ECE. അപ്പോൾ ഈ ECE നിങ്ങൾക്ക് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഇത്തരം കമ്പനീസൊക്കെ പ്ലേസ്മെന്റ് ഒക്കെ വരും. പക്ഷേ നമുക്കറിയാം, ഭൂരിഭാഗം ആളുകളുടെയും ഒരു കേസ് അങ്ങനെയല്ല. ഈ വീഡിയോ കാണുന്നതിൽ പല കാരണങ്ങളാൽ ഈ IITയിലും NITയിലും പഠിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇൻഡസ്ട്രിയിൽ എത്തിപ്പെടുക എന്നുള്ളത് പ്രയാസകരമാണോ അല്ലെങ്കിൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണോ? ഒരിക്കലും അല്ല. നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് നമുക്ക് നല്ലൊരു ഹാർഡ് വർക്ക് നമ്മൾ പുട്ടിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കമ്പനീസിലൊക്കെ നമുക്ക് ജോലി ലഭിക്കും. കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു സെഗ്മെന്റിൽ അവൈലബിൾ ആണ്. കേവലം ഒരു ഇലക്ട്രോണിക് ഡിസൈനപ്പുറം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു വിഷയത്തിലുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ ഈ സ്പെസിഫിക്കേഷൻസ് ഡിസൈൻ ചെയ്യാൻ, സ്പെസിഫിക്കേഷൻസ് കൃത്യമായി പറയാൻ ആളുകൾ വേണം. അതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റംസ് എന്ത് ചെയ്യണം? ഒരു ഹയർ ലെവലിൽ ഡിസൈൻ ചെയ്യുന്ന ആർക്കിടെക്ട്സ് വേണം. അതിനുശേഷം അതിനെ നമ്മൾ ഒരു ഫ്രണ്ട് എൻഡ് ഡിസൈൻ എന്ന് പറയും. ഇതിൻ്റെ ഒരു ലോജിക് ഡിസൈൻ ചെയ്യണം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫംഗ്ഷനാലിറ്റി ഡിസൈൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെരിലോഗ് അല്ലെങ്കിൽ VHDL എന്നൊക്കെ പറയുന്ന ലാംഗ്വേജസ്, ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കും. അങ്ങനെ നമ്മളൊരു ഫംഗ്ഷനാലിറ്റി ബ്ലോക്സ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവലിൽ ഇതിനെ ഫിസിക്കലി ഒരു സർക്യൂട്ട് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. ആ സർക്യൂട്ട് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളുകളെ ബാക്ക് ആൻഡ് ഡിസൈൻ എഞ്ചിനീയേഴ്സ് ആണെന്ന് വിളിക്കുക. അവർ കൃത്യമായിട്ട് നമുക്ക് ഇത്ര വലിപ്പമുള്ള ഒരു ബോർഡാണ് ഉണ്ടാവുക, ആ ബോർഡിൻ്റെ ഉള്ളിൽ ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യങ്ങളാണ് വരേണ്ടത്, അത് തമ്മിൽ ഇന്ന രീതിയിൽ കണക്റ്റഡ് ആവണം. അപ്പോൾ വരാനിരിക്കുന്ന പ്രശ്നങ്ങൾ എന്നെല്ലാമാണ്, ഇത്ര പവർ ആണ് ഇതിന് മാക്സിമം, നമുക്ക് ഇത്ര വാട്ട് പവർ ആണ് നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതിന് വരാവുന്ന ലിമിറ്റേഷൻസ്
ഇങ്ങനെയാണ്, ഇതിൻ്റെ സ്പീഡ് എത്രയായിരിക്കണം, ഫ്രീക്വൻസി എത്രയായിരിക്കണം എന്നൊക്കെ ഡിസൈൻ ചെയ്യുന്ന ബാക്ക് എൻഡ് എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. ഇനി അടുത്തത് മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. പക്ഷേ മാനുഫാക്ചറിങ് പ്രോസസ്സ് വളരെ കോസ്റ്റ്ലി ആണ്. അതുകൊണ്ടാണ് ഇത് ഇന്ത്യയിലൊന്നും ഇല്ലാത്തത്. അതുകൊണ്ടാണ് തായ്വാൻ, US പോലുള്ള കൺട്രീസിൽ മാത്രം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കമ്പനീസ് മാത്രം ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ മാനുഫാക്ചറിങ് എന്നുള്ളത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ അതിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ ഡിഫൈൻ ചെയ്ത അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത ചിപ്പുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ചിപ്പ് ഉണ്ടാക്കാതെ എങ്ങനെ ടെസ്റ്റ് ചെയ്യുക? അതിനാണ് നമ്മൾ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ എമുലേഷൻ എന്നൊക്കെ പറയുന്ന പ്രോസസ്സുകളിലൂടെ കടന്നു പോവുക. അപ്പോൾ വാലിഡേഷൻ, വെരിഫിക്കേഷൻ എഞ്ചിനീയേഴ്സ് വേണം. നമുക്ക് ചിപ്പിൽ ചില സിഗ്നൽസ് ഇൻജെക്ട് ചെയ്തിട്ട് ഇന്നെന്ന ഔട്ട്പുട്ട് കിട്ടുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഈ ചിപ്പിൽ ബഗ്ഗുകൾ എന്തെങ്കിലും ഉണ്ടോ, ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഹാർഡ്വെയറും നമ്മൾ അത് മാനുഫാക്ചർ ചെയ്യുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്യണം. കാരണം മാനുഫാക്ചർ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇത് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൽ പ്രശ്നം ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് കോടിക്കണക്കിന് രൂപ നമുക്ക് വേസ്റ്റ് ആയി പോകും. അപ്പോൾ ഡിഫറെൻറ്റ് ജോബ് പ്രൊഫൈൽസ് ഈ ഒരു ഏരിയയിലുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയൊരു IIT-യിലോ NIT-യിലോ ബിടെക് പഠിക്കാൻ മാത്രമല്ല, നമ്മൾ എവിടെ പഠിച്ചാലും നമുക്ക് ഇത്തരം സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പ്രൊവൈഡഡ് വി സീക്ക് ദാറ്റ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്ത് നമ്മൾ അതിലൊരു ഡൊമൈനിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഡൊമൈനിൽ നമ്മളൊരു എക്സ്പെർട്ടീസ് ബിൽഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് വീഡിയോയുടെ അടുത്ത ഭാഗത്ത് ഞാൻ പറയാൻ പോകുന്നത്. ഇൻ കേസ് നിങ്ങളൊരു നോർമൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കുന്നത് എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ബിടെക്കിൽ ചില കോഴ്സസ് ഈ ഒരു ഏരിയയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സോ ഇലക്ട്രിക്കലോ പോസിബിളി സർക്യൂട്ട് ബ്രാഞ്ചസ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധയൂന്നേണ്ട ചില കോഴ്സുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആണ്, അല്ലെങ്കിൽ മൈക്രോ പ്രൊസസർ ആർക്കിടെക്ചർ ആണ്. ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൈക്രോ പ്രൊസസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന് ബേസിക് ഫംഗ്ഷനാലിറ്റി സംഭവിക്കുന്നത് എന്തൊക്കെയാണ്, എന്താണ് ഈ കാഷിംഗ് എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ഇതിലുള്ള കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻ ചെയ്യുന്നത്, എന്താണ് പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞാൽ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള മൈക്രോ പ്രൊസസർ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ നമുക്ക് തറവായിരിക്കണം. രണ്ടാമത്തെ ഒരു കോഴ്സ് എന്നുള്ളത് ഡിജിറ്റൽ ഡിസൈൻ ആണ്. ഡിജിറ്റൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യാം. നമുക്ക് RAN ഗേറ്റ് അല്ലെങ്കിൽ OR ഗേറ്റ്, ഇത്തരം ഗേറ്റുകളൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഈ ഗേറ്റുകളൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ ഒരു ഫംഗ്ഷനാലിറ്റി നമുക്കൊരു ഡിസൈനാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ബേസിക്കലി ബിടെക്കിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ വളരെ തറവായിട്ട് പഠിക്കുക. ഇതിന് ഒരുപാട് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് തറവായിരിക്കണം. എന്നാൽ ഇത് മാത്രം പഠിച്ചാൽ നമുക്കൊരു VLSI ഇൻഡസ്ട്രിയിൽ ജോബ് കിട്ടുമോ? ഇല്ല, നമുക്ക് വേറെയും. കാരണം VLSI എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മൈന്യൂട്ട് ലെവൽ ഇലക്ട്രോണിക്സിലോട്ട് ഇറങ്ങി പോകുന്ന ഒരു സംഭവമാണ്. ഒരു സിസ്റ്റം ലെവൽ ഇലക്ട്രോണിക്സിലല്ല നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒന്നുകൂടി ഡീപ്പറായിട്ട് ഒരു OR ഗേറ്റ് എങ്ങനെ ഉണ്ടാക്കാം, ഒരു AND ഗേറ്റ് എങ്ങനെ ഉണ്ടാക്കാം, അതിനുള്ള സർക്യൂട്ടർ എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും. അതിനു വേണ്ടിയുള്ള കോഴ്സാണ് ഡിജിറ്റൽ IC ഡിസൈൻ, ഡിജിറ്റൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഡിസൈൻ. അതോടൊപ്പം തന്നെ അനലോഗ് IC ഡിസൈൻ, അനലോഗ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഡിസൈൻ. ഇൻ ജനറൽ നമുക്ക് ഇലക്ട്രോണിക്സിനെ രണ്ട് ഭാഗമാക്കി മാറ്റാം. ഒന്ന് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്, രണ്ട് അനലോഗ് ഇലക്ട്രോണിക്സ് ആണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ് ഒരു 0-1 ലെവലിലാണ് എല്ലാ കാര്യങ്ങളും. ഒരു സ്വിച്ച് ഒന്നുകിൽ ഓൺ അല്ലെങ്കിൽ ഓഫ്. എന്നാൽ നമുക്ക് ചുറ്റുള്ള സിഗ്നൽസ് ഫുള്ള് ഡിജിറ്റൽ സിഗ്നൽസ് അല്ല, അല്ലെ? നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ നമ്മളൊരു ഓഡിയോ ഒക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ അനലോഗ് സിഗ്നൽസ് ആണ്. ഇതിനൊക്കെ പല പല രീതിയിൽ നമ്മൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ അനലോഗ് സിഗ്നൽസ് നമ്മൾ ഡിജിറ്റലിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള ഇലക്ട്രോണിക് സെഗ്മെന്റ്സ് ഉണ്ട്. ഇതിൽ രണ്ടിലും നമുക്ക് VLSIയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം അനലോഗിൽ നിന്ന് ഡിജിറ്റലിലോട്ടും ഡിജിറ്റലിൽ നിന്ന് അനലോഗിലോട്ടൊക്കെ കൺവേർഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അനലോഗ് IC ഡിസൈൻ കോഴ്സസ് ഉണ്ടാവും, ഡിജിറ്റൽ IC ഡിസൈൻ കോഴ്സുകൾ ഉണ്ടാവും, ഇൻ ജനറൽ VLSI ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ടാവും, സെമി കണ്ടക്ടർ ഫിസിക്സുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ഉണ്ടാവും. ഈ ഏരിയാസിൽ നമ്മൾ ശ്രദ്ധ ഊന്നേണ്ടതുണ്ട്. ഇതിൽ പല കോഴ്സുകളും അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഞങ്ങളുടെ കോളേജ് ചിലപ്പോൾ അത്ര നന്നായി പഠിപ്പിക്കുന്നില്ല, അല്ലെ? അല്ലെങ്കിൽ ഞങ്ങൾക്ക് പഠിപ്പിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത്രത്തോളം ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ല. അങ്ങനെ ഉണ്ടാവാം. എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഈ കോഴ്സുകൾ ഒരു ഡിജിറ്റൽ IC ഡിസൈനോ അല്ലെങ്കിൽ ഒരു VLSI ഡിസൈനോ അല്ലെങ്കിൽ അനലോഗ് IC ഡിസൈനോ ഒന്നും നമ്മളെ കോളേജിൽ പഠിപ്പിക്കുന്നില്ല. അതൊക്കെ ഒരു ഹയർ ലെവൽ കോഴ്സുകളാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പഠിപ്പിക്കാൻ IIT പ്രൊഫസേഴ്സ് ഉണ്ട്. അതെന്താ, ഞങ്ങൾക്ക് IIT-യിൽ അഡ്മിഷൻ കിട്ടാതെ ഞങ്ങൾക്ക് IIT-യിൽ പഠിക്കാൻ പറ്റും. നിങ്ങൾ NPTEL എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ പോയാൽ മതി. ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ IC ഡിസൈനുമായി ബന്ധപ്പെട്ട്, അനലോഗ് IC ഡിസൈനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഡിജിറ്റൽ VLSI ഡിസൈനുമായി ബന്ധപ്പെട്ട കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾ സിസ്റ്റം വെരിലോഗ് പഠിക്കുന്ന അല്ലെങ്കിൽ വെരിലോഗ് പഠിക്കുന്നത് നല്ലതാണ്. നമുക്ക് പേൾ അല്ലെങ്കിൽ പൈത്തൺ ഒക്കെ പോലെ അല്ലെങ്കിൽ C പോലെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉള്ളതുപോലെ ഒരു ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ആണ് വെരിലോഗ് അല്ലെങ്കിൽ VHDL എന്നുള്ളതൊക്കെ. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിക്കുന്നത് നന്നാവും. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി നന്നായി കിട്ടാൻ നിങ്ങൾക്ക് കാരണമാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ NPTEL കോഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നേരെ ഒരു ജോബ് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഒരു ജോബ് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു നെക്സ്റ്റ് പോർഷനിൽ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫ്രണ്ട് എൻഡ് ഡിസൈൻ ഉണ്ട്, ബാക്ക് എൻഡ് ഡിസൈൻ ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആർക്കിടെക്ചർ ഉണ്ട്, ടെസ്റ്റിംഗ് ഉണ്ട്, വാലിഡേഷൻ ഉണ്ട്. ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഈ ഫീൽഡിൽ അവൈലബിൾ ആണ്. ഏറ്റവും മികച്ച വഴി എന്നുള്ളത് നിങ്ങൾ
ഒരു IIT-യിലോ NIT-യിലോ പഠിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും NIT-യിലോ IIT-യിലോ BTech-ന് പഠിക്കുന്ന ആളുകൾ കുറവായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് MTech-ന് IIT-യിലോ NIT-യിലോ നിങ്ങൾക്ക് ഒരു VLSI ഡിസൈൻ പഠിക്കാൻ സാധിക്കും. നിങ്ങൾ ഇലക്ട്രോണിക്സ് BTech-ന് എടുത്തു എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ഗേറ്റിന് നന്നായി പ്രിപ്പയർ ചെയ്യുക. അത്ര പ്രയാസമുള്ളൊരു കാര്യമില്ല. ഗേറ്റ് എക്സാം കുറച്ച് പ്രയാസമാണെങ്കിൽ പോലും IIT-കൾ എത്തിപ്പെടുക എന്നുള്ളത് ജെയ് പോലെ അത്ര പ്രയാസകരമായ കാര്യമല്ല. നിങ്ങൾ IIT-യിലോ NIT-യിലോ നല്ലൊരു NIT-യിലോ IIT-യിലോ നിങ്ങൾ VLSI ഡിസൈനിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ റിലേറ്റഡ് ഫീൽഡ്സിൽ ഒക്കെ നിങ്ങൾ ഒരു MTech ചെയ്യുക. ഈ MTech ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി പോകാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഇനിയും ഇത് പോസിബിൾ അല്ലാത്ത ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് എക്സ്പ്ലോർ ചെയ്യാത്ത, ഇതിനി സാധിക്കില്ല എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടാവും. അവർ എന്താണ് ചെയ്യേണ്ടത്? അവർ ഈ പറഞ്ഞ കോഴ്സുകൾ NPTEL, ഞാൻ നേരത്തെ പറഞ്ഞ കോഴ്സുകൾ NPTEL ചെയ്യുക. ഈ കമ്പനീസിലൊക്കെ ഇന്റേൺഷിപ്പിന് നിങ്ങൾ അപ്ലൈ ചെയ്യുക. നേരെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇന്റൽ ജോബ് കിട്ടിക്കോണമെന്നില്ല, ഒരു IIT-കാരന് കിട്ടുന്ന പോലെ, ഒരു NIT-കാരന് കിട്ടുന്ന പോലെ, അല്ലെങ്കിൽ NVIDIA-യിൽ കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇന്റേൺഷിപ്പ് ഗ്രാബ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കുറച്ചുകൂടി കൂടുതലാണ്. പക്ഷേ പ്രൊവൈഡഡ് നിങ്ങൾക്ക് ഈ ഫീൽഡിലൊക്കെ വിവരം ഉണ്ടെന്നുള്ളത് നിങ്ങൾ പ്രൂവ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സൊക്കെ ചെയ്യണം. ഈ കോഴ്സൊന്നും ചെയ്യാതെ വെറുതെ അവിടെ പോയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിന് ആരും എടുക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇനി ആ ഇന്റേൺഷിപ്പും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി കുറവാണെന്ന് വിചാരിക്കുക, ചിലപ്പോൾ സാധ്യത കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഏരിയാസിൽ ഡിപ്ലോമ കോഴ്സസ് പല കമ്പനീസും ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പല കമ്പനീസ്, ഞാൻ കമ്പനീസിന്റെ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ പല കമ്പനീസ് ഇതിൽ VLSI ഡിപ്ലോമ കോഴ്സും അതേപോലെ തന്നെ അതിൽ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു ഫീസ് വാങ്ങും, അവർ പ്ലേസ്മെന്റ് ഓഫർ ഒക്കെ അവർക്ക് ഓഫർ ചെയ്യും. അപ്പോൾ അവിടെ പഠിച്ച ആളുകളുമായിട്ട് നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ അടുത്ത് ഒരു ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷം ഇത്തരം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു 6 months അല്ലെങ്കിൽ 1 year പ്രോഗ്രാമിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു എൻട്രി ലെവൽ ജോബ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്, കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാലും. ഓക്കെ, ഇനി അപ്പോൾ നിങ്ങൾ ആലോചിക്കുകയാണ് ഇനിയും ചിലപ്പോൾ ജോബ് കിട്ടാത്തൊരവസ്ഥയാണെങ്കിലോ, നിങ്ങൾക്ക് അവിടെയും നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 കൈൻഡ് ഓഫ് കമ്പനീസ് VLSI ഡൊമൈനിലുണ്ട്. ഒന്ന് പ്രൊഡക്റ്റ് കമ്പനീസ് ആണ്. പ്രൊഡക്റ്റ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഇന്റൽ പോലത്തെ ഒരു കമ്പനി, ഇന്റൽ എന്ത് ചെയ്യുന്നു, ചിപ്പുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ആപ്പിൾ സ്വന്തമായിട്ട് ചിപ്പുകൾ M17 M16 ഒക്കെ ഡിസൈൻ ചെയ്യുന്നു. അല്ലെങ്കിൽ NVIDIA ഗ്രാഫിക്സ് കാർഡ്സോ അല്ലെങ്കിൽ GPUs അവർ ഡിസൈൻ ചെയ്യുന്നു. ഇത് അവർ സ്വന്തമായി പ്രൊഡക്റ്റ് ഉള്ള കമ്പനീസാണ് പ്രൊഡക്റ്റ് കമ്പനീസ്. രണ്ടാമത് സർവീസ് കമ്പനീസ് ആണ്. എന്താണ് സർവീസ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ, ഈ പ്രൊഡക്റ്റ് കമ്പനീസിന് പലപ്പോഴും അവിടെയുള്ള എഞ്ചിനീയേഴ്സിനെ കൊണ്ട് മാത്രം വർക്ക് ചെയ്യാൻ സാധിക്കില്ല. ചില സ്പെസിഫിക് ഏരിയാസിൽ അവർ പുറത്തുനിന്ന് ആളുകൾ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ഹയർ ചെയ്യും. ഓക്കെ, ഇതാണ് സർവീസ് കമ്പനീസ്. സ്വന്തം സർവീസ് മറ്റ് കമ്പനീസിന് പ്രൊവൈഡ് ചെയ്യുന്ന, IT-ലൊക്കെ ഉള്ള പോലെ തന്നെ VLSI-ലും സർവീസ് കമ്പനീസ് ഉണ്ട്. ഈ സർവീസ് കമ്പനീസിന് ജോയിൻ ചെയ്യാൻ പ്രൊഡക്റ്റ് കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നല്ലൊരു LinkedIn പ്രൊഫൈലൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇത്തരം ആളുകളുമായിട്ട്, ഈ ഏരിയാസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് നിങ്ങൾ നെറ്റ്വർക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കോളേജ് ലെവലിൽ തന്നെ നമ്മൾ ചെയ്തു തുടങ്ങേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഈ സർവീസ് കമ്പനീസിൽ എത്തിപ്പെടാൻ ശ്രമിക്കുക. അവിടുത്തെ ഇന്റർവ്യൂസ് കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അവിടെ നിങ്ങൾ പണിയും പഠിക്കും. അവിടെ 2 വർഷം നിന്ന് കഴിഞ്ഞാൽ മേ ബി ഇനീഷ്യൽ ഫേസ് നിങ്ങൾക്ക് കുറച്ച് സ്ട്രഗിളിംഗ് ആയാലും പിന്നീട് നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്തിൽ നല്ലൊരു പ്രൊഡക്റ്റ് കമ്പനിയിൽ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു പാത്താണ് നമുക്ക് ഏറ്റവും അവസാനം എക്സ്പ്ലോർ ചെയ്യാവുന്ന പാത്ത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് വർഷങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് VLSI ഡൊമൈനിലുള്ളത്. കാരണം ഇപ്പം നമ്മൾ AI വരുന്നു അല്ലേ, AI വരുമ്പോൾ AI സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ അൽഗോരിതംസ് മാത്രം പോരല്ലോ, ഇതിനെ സപ്പോർട്ട് ചെയ്യാവുന്ന ഹാർഡ്വെയർസ് വേണം. ഈ ഹാർഡ്വെയർസ് ഇന്ന് നമുക്കറിയാം NVIDIA ആണ് ഇത്തരം ഹാർഡ്വെയർസ് സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ കമ്പനി അല്ലേ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹാർഡ്വെയർ സപ്പോർട്ട് ചെയ്യുന്നത് NVIDIA ആണ്. ഇത്തരം കമ്പനീസ് അല്ലെങ്കിൽ ഇത്തരം AI റിലേറ്റഡ് ഹാർഡ്വെയർസിന് ഇനിയും ഒരുപാട് ആവശ്യക്കാരുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സിന് നല്ലൊരു ബൂം ഭാവിയിൽ സാധ്യമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ആ ബൂമിലോട്ട് എത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടാവുന്ന ഒരു ഏരിയയാണ് VLSI ഡൊമൈൻ എന്നുള്ളത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് മാസ്റ്റർ ക്ലാസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെയുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് നൽകാം. അതിൽ നിങ്ങൾക്ക് താഴെയുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ആ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നു, യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു. നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചുള്ള കമൻസ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, സോ ദാറ്റ് ഇറ്റ് വിൽ റീച്ച് ഔട്ട് ടു മോർ പീപ്പിൾ. എന്ന് മാത്രമല്ല, ഇലക്ട്രോണിക്സ് ഡൊമൈനിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന്, BTech ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന്, അല്ലെങ്കിൽ BTech ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.